പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഈസി ആയിട്ട് നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാം. ഇന്നത്തെ റെസിപ്പി ബീഫ് കറിയുടേതാണ്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള അരിഞ്ഞതും 2 ഇഞ്ച് വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചിയും 4-5 വെളുത്തുള്ളി ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 2 പച്ചമുളക് നുറുക്കിയതും ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. അതിനുശേഷം ഈ സവാളയെല്ലാം നന്നായി ഒന്ന് വഴന്ന് വരുന്നത് വരെ, ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഗോൾഡൻ കളറൊന്നും ആകണ്ട, ഒന്ന് നന്നായി സോഫ്റ്റായി വന്നാൽ മതിയാകും. ഉള്ളിയെല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടിയും 1 ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനുശേഷം ഈ മസാലയും ഉള്ളിയും എല്ലാം കൂടെ 3-4 മിനിറ്റ് നേരം ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കളറൊക്കെ നല്ല ഡാർക്ക് ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റാം. തക്കാളി വെന്തോടെയൊന്നും വേണ്ട, 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. 1/2 കിലോഗ്രാം ബീഫാണ് ഞാൻ ചേർക്കുന്നത്. ബീഫ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുക്കാൽ ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 7-8 വിസിലും കൂടെ വന്നു കഴിഞ്ഞാൽ ബീഫ് അത്യാവശ്യം നന്നായി കുക്ക് ചെയ്ത് കിട്ടുന്നതാണ്. ബീഫ് നന്നായി തന്നെ വേവിച്ചെടുക്കണം. ഓരോ ബീഫിനും കുക്കിംഗ് ടൈം വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ കുക്കറിനനുസരിച്ചിട്ടും സ്റ്റൗവിനനുസരിച്ചിട്ടൊക്കെ കുക്കിംഗ് ടൈം വ്യത്യാസപ്പെടാം. ബീഫ് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്.